2020 ഇന്ത്യ ന്യൂസിലൻഡ് ഫൈനൽ പോരാട്ടത്തിന്റെ ടോസ് അല്പസമയത്തിനകം. സെമിയിൽ കളത്തിലിറങ്ങിയ ടീമിൽ മാറ്റമുണ്ടാവില്ല. ടോസ് നിർണായകം. മത്സരം അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ. ഫൈനൽ പോരാട്ടത്തിൽ എല്ലാ കണ്ണുകളും സഞ്ജുവിലേക്ക്. വാങ്കഡയിലെയും ഈഡനിലെയും പ്രകടനം പുറത്തെടുക്കുമോ? ആവേശത്തിരയിൽ മലയാളക്കരയിൽ. CPM വയനാട് ജില്ലാ സെക്രട്ടറിയെ വീഡിയോ കോളിൽ വിളിച്ച് നടൻ മമ്മൂട്ടി. അപമാനിച്ചതല്ലെന്ന് വിശദീകരണം. വിവാദം അവസാനിപ്പിക്കണമെന്ന് കെ റഫീഖും. സൈബർ ആക്രമണത്തെ തള്ളി മന്ത്രിമാർ. ഒൻപതാം നാളിലും പശ്ചിമേഷ്യ സംഘർഷഭരിതം. GCC രാജ്യങ്ങളിൽ ഇറാന്റെ ആക്രമണം തുടരുന്നു. ദുബായിൽ ഡ്രോൺ അവശിഷ്ടം വീണ് ഒരു മരണം. ബഹ്റൈനിൽ ഡ്രോൺ അവശിഷ്ടം വീണ് 3 പേർക്ക് പരിക്ക്. കുവൈറ്റിൽ 2 സുരക്ഷാ ജീവനക്കാർ കൊല്ലപ്പെട്ടു. പറവൂരിൽ VD സതീശനെ നേരിടാൻ ടൈസർ മാസ്റ്ററെ കളത്തിലിറക്കാൻ CPI. കയ്പമംഗലം MLA മത്സരിപ്പിക്കാനുള്ള തീരുമാനം CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ. പൊന്നാനിയിൽ സക്കീർ ഹുസൈനെ മത്സരിപ്പിക്കാനുള്ള നീക്കത്തിൽ CPMന്റെ പ്രാദേശിക എതിർപ്പ്. അടൂരിൽ ചിറ്റയം ഗോപകുമാറിന് ഇളവ് നൽകണമെന്ന് CPIയുടെ ജില്ലാ നേതൃത്വം. സർക്കാരിന്റെ PR പ്രചരണത്തിൽ നടി ഭാവനയും. തുടരുമെന്ന പേരിൽ ഭാവനയുടെ പരസ്യ ചിത്രം പുറത്തിറങ്ങി. കേരള സ്റ്റോറി എന്ന പേരിൽ സോഷ്യൽ മീഡിയ ക്യാമ്പയിന് തുടക്കം കുറിച്ച് ഇടതുമുന്നണി. യാഥാർത്ഥ്യങ്ങൾ വക്രീകരിക്കുന്നതിനെതിരായ പ്രചരണമെന്ന് വിശദീകരണം. ഇടതു സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ പാലാ രൂപത. എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് മദ്യത്തെ ജനകീയവൽക്കരിക്കുകയാണെന്ന് പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട്. ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടി നൽകിയതിൽ സർക്കാരിനെതിരെ പള്ളികളിൽ സർക്കുലർ. ₹1 ഷൂസ് വാങ്ങാൻ കോഴിക്കോട്ടെ കടയിലേക്ക് ഇടിച്ചു കയറിയത് 20,000-ഓളം പേർ. സംഘർഷം. പോലീസ് തുടർന്ന് ലാത്തി വീശി. നിരവധി പേർക്ക് പരിക്ക്. കട ഉടമകൾക്കെതിരെ കേസ്. 8 പേർ കസ്റ്റഡിയിൽ. ബംഗാളിലെ രാഷ്ട്രപതിയുടെ സന്ദർശനത്തിലെ പ്രോട്ടോകോൾ ലംഘനത്തിൽ സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് തേടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. വിവാദമായത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത്. രാഷ്ട്രപതി രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് മമതാ ബാനർജി.